അപ്പം ഞങ്ങളൊരു ഡ്രൈവ് പോയിട്ട് വരാം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ആറന്മുളയിലാണ്. ആറന്മുള എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൊച്ചു മിടിയെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണുള്ളത്. അപ്പോൾ നേരെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, ശ്രീധി എന്നാണ് ആളുടെ പേര്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളല്ല ആൺകുട്ടികളും കൈ കടത്താൻ ഒന്നും പഠിക്കുന്ന ഒരു മേഖലയിലാണ് ഇദ്ദേഹം കൈ വെച്ചേക്കുന്നത്, അതായത് ഓട്ടോമൊബൈലാണ്. അപ്പം ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ശ്രീധി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുന്നത് ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു കാരണവും ഒക്കെ ഒന്ന് പറയാമോ? കാരണം ഞാൻ കൊച്ചിലെ മുതലേ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ചെറുപ്പം മുതലേ ഇതിലോട്ട് ഇറങ്ങി നല്ല ശീലമുണ്ട്. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇതിലോട്ട് നേരെ തിരിയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ കോഴ്സ് എടുത്തു. ഇപ്പം സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ ടൂ വീലറിൻ്റെ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫോറും അതുപോലെ മെഷീൻ, നമ്മുടെ മിക്സർ മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മിക്സർ എന്ന് വെച്ചാൽ സിമെൻറ്റ് മിക്സർ അങ്ങനെ എന്തെങ്കിലും ആണോ? അതിൻ്റെ ഓവറോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ടൂ വീലറാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ ഗിയർലെസ് അല്ലെങ്കിൽ ഗിയറുള്ള അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? ലേഡീസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയേക്കുന്നത് ടൂ വീലറിനല്ലേ. അപ്പോൾ ഈ ബൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടോ? ബൈക്കുകൾ ഇപ്പോൾ വന്നാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ ലേഡീസ് കസ്റ്റമേഴ്സിനെയാണ് മുൻതൂക്കം കൊടുത്തേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അതെന്താണ് ഈ ഒരു ലേഡീസ് വർക്ക്ഷോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാൻ കാര്യം എന്താണ്? കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മിക്കതും ജെൻസാണ് വർക്ക്ഷോപ്പിൽ നടത്തുന്നത്. അവർക്കപ്പം ഒരു വണ്ടി കൊണ്ട് കാണിക്കുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നാണോ? ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുകയില്ല. അത് തന്നെ അവിടെ ചെല്ലുമ്പോൾ കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം ലേഡീസ് ഇപ്പം ഒരു നൈറ്റ് സമയത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക റോഡിൽ എന്തെങ്കിലും വണ്ടി കേടായി കിടക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആ സമയത്ത് പോയി ചെയ്യാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് ഞാൻ പോയി ചെയ്യാറുണ്ട്. രാത്രിയാണെങ്കിൽ അച്ഛനും കൂടെ വരും അല്ലേ? കൂടെ നമ്മളെ വിളിക്കും. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വിളിക്കും. അല്ലെങ്കിൽ അവരോട് വണ്ടി അവിടെ വെച്ചിട്ട് അവരുടെ വീട്ടിൽ താക്കൽ പോയി എടുത്ത് അങ്ങനെ കൊണ്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോമൊബൈലാണല്ലേ? എവിടെയാണ്, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? വെണ്ണിക്കുളം പോളിയിലാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു പോളിയിൽ ചെന്ന് ചേരാൻ പോകുമ്പോഴത്തേക്ക് കഴിവതും ഇതിനകത്ത് ആമ്പിള്ളേരായിരിക്കുമല്ലോ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് സാറുമാരൊക്കെ ഒരു പ്രതികരണവും അവരൊക്കെ എന്തായിരിക്കും, അവർ ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു സാറും ഇത് വേണമെന്നൊക്കെ ചോദിക്കുമോ? സാറുമാർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാരും പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാരും ആയിരുന്നു ഈ അഡ്മിഷൻ സമയത്ത് അവിടെ ഇരുന്ന് ഹെൽപ്പ് ഡെസ്കിൽ ഇരുന്ന ആൾക്കാർ ടീച്ചേഴ്സ്. അപ്പോൾ അവർ ചില ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങളിത് മോളിത് പഠിക്കാനായിട്ട് തന്നെയാണോ വന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സ് എടുത്ത് ഇത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചത്. അതുകൊണ്ടാണ്. പിന്നെ ചില സാറുമാർ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ വണ്ടി ചെയ്യുന്നു സാറുമാരൊക്കെ അറിഞ്ഞായിരുന്നു? സാറുമാർ ഈയിടെ ഒരു കോവിഡൊക്കെ ലോക്ക്ഡൗൺ ആയ സമയത്താണ് അറിഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സാറുമാർ ഇത് അറിഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? സപ്പോർട്ടായിരുന്നോ അതോ? നല്ല സപ്പോർട്ടാണല്ലേ? അപ്പം നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ ആണെങ്കിൽ മിക്സർ മെഷീൻ്റെ ഒരു വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ എന്തെങ്കിലും കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വർക്ക് വേറെ ഉണ്ടോ? ടിപ്പറുണ്ട്. ടിപ്പറിൻ്റെ അണ്ടർബോഡി പെയിന്റ് അടിക്കുന്നത്. അണ്ടർബോഡി ചെയ്യുന്നത് അത് ഫുൾ വർക്ക് വന്നേക്കുന്നതാണോ? അത് ഫുൾ വർക്കായിരുന്നു. ടെസ്റ്റിംഗ് വർക്ക് അല്ലേ? അതിൻ്റെ മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇദ്ദേഹം ലോറി കാര്യങ്ങളൊക്കെ ഓടിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ ഞാൻ ലോറി കയറിയിട്ടുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയുടെ കൂടെ അങ്ങനെ കയറിയിട്ടില്ല. അപ്പം ഇദ്ദേഹം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് ഒരു റൗണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി ഒരു റൗണ്ട് ലോറിയിൽ കറങ്ങിയിട്ട് തിരിച്ചു വരാം. ബാക്കി വിശേഷങ്ങൾ അതിന് ശേഷം നമുക്ക് കാണാം. അപ്പം ഞങ്ങളൊരു ഡ്രൈവ് പോയിട്ട് വരാം. പിന്നെ വണ്ടി നല്ല സ്റ്റേബിളായിട്ടാണ് ആളുടെ കയ്യിലിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു വേഗതയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് ടെസ്റ്റ് വർക്കിന് വേണ്ടി വന്നൊരു ലോറിയാണിത്. അപ്പോൾ ഇതിൻ്റെ പാച്ച് വർക്ക് ചെയ്തതും ഇനിയിപ്പോൾ പെയിൻ്റൊക്കെ ചെയ്യാൻ പോകുന്നതും പുള്ളി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്തോ അണ്ടർ ബോഡി എന്തോ പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിനകത്ത് സീറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ടെസ്റ്റിങ്ങിന് വേണ്ടി അല്ലേ, ടെസ്റ്റിങ്ങിനുള്ള പരിപാടിയല്ലേ, ടെസ്റ്റിങ്ങുള്ള ഇപ്പം ഓൾമോസ്റ്റ് തീരാറേ അല്ലേ, പരിപാടിയില്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഹെവി വെഹിക്കിൾസൊക്കെ ഓടിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടീഷനിലുള്ള വെഹിക്കിൾ, അതായത് സീറ്റ് പോലും ഇല്ലാത്തൊരു വണ്ടി ഓടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുക. അപ്പോൾ കൂട്ടുകാരുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കൂട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പം എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടെ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ 2 പേരേ ഉള്ളൂ? 2 പെൺകുട്ടികൾ. മൊത്തത്തിൽ എത്ര കുട്ടികളുണ്ട്? മൊത്തം 60 പേരുണ്ട്. 60 പേര്, 2 പേര് മാത്രമാണ് പെൺകുട്ടികളുള്ളത് അല്ലേ? പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടാണോ ഇതിനകത്ത് ഇറങ്ങിയത്, അതോ ഈ വർക്ക്ഷോപ്പ് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇറങ്ങിയത്? ഇതിന് ജോലി സാധ്യത വളരെ ഏറെയുണ്ട്. ഒന്ന് നമ്മുടെ MED മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ME തൊട്ടുള്ള പോസ്റ്റുകളുണ്ടല്ലേ. പിന്നെ കോളേജ് ചെന്നപ്പോൾ സാറുമാർ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാണ്. അപ്പോൾ സാറുമാരാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഗവൺമെന്റ് ജോലികൾ ഒരുപാടുണ്ട്. നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ടിൽ, അതുപോലെ KSRTCയിൽ, അതുപോലെ ഒത്തിരി മേഖലകളിൽ. ഇതൊന്നും അധികം അങ്ങനെ ആർക്കും അറിയാൻ മേലാത്തൊരു അറിയത്തില്ല അല്ലേ? എൻജിൻ ഏകദേശം സിലിണ്ടർ കിറ്റും പിസ്റ്റനൊക്കെ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ടൈമിങ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പിസ്റ്റൺ ടോപ്പ് വരുമ്പോൾ പൊസിഷൻ വരുമ്പോൾ ഈ ഒരു ആരോ മാർക്കാണ്. ഈ ഒരു ആരോ മാർക്ക് ഈ ഫ്ലൈ വീലയിൽ ഇവിടെ ഒരു T എന്നും പറഞ്ഞൊരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങും ഈ ആരോടെ നേരക്ക് വരുമ്പോഴാണ് പിസ്റ്റൺ ടോപ്പ് പൊസിഷൻ ആവുന്നത്. ഈ ആരോ മാർക്ക് ഇതിൻ്റെ മേലെ വരണം.
ഇതുപോലൊരു പെൺകുട്ടി വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ആളോട് പറയാനുള്ളൊരു അഡ്വൈസ് എന്തായിരിക്കും? അതായത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനൊരു മേഖലയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും പറയാനുണ്ട്? ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിരിക്കണം. സമൂഹത്തിൽ ഒരുപാട് പേര് ഇതിൻ്റെ നെഗറ്റീവ് പറയും, അതൊന്നും കാര്യമാക്കേണ്ട. നമുക്ക് നല്ലൊരു ഭാവി ഇതിൽ കാണും. അതൊക്കെ വെച്ച് ഇപ്പോൾ ഞാൻ തന്നെ ആണെങ്കിൽ പ്ലസ് ടു തന്നെ പെൺപിള്ളേരെ പഠിപ്പിക്കാൻ തയ്യാറാണ്, 2 വീലറിൻ്റെ പരിപാടികളൊക്കെ. അതുപോലെ 4 വേണമെങ്കിൽ 4ഉം പഠിപ്പിക്കാം. താല്പര്യമുള്ള പിള്ളേർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് ഇപ്പം വാഹനങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ, അതായത് റിപ്പയറിങ്ങും കാര്യങ്ങളും പഠിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, പെൺകുട്ടികൾ മാത്രം എടുത്തു പറയാണ്, പെൺകുട്ടികൾ മാത്രം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം 2 വീലറും 4 വീലറും എല്ലാത്തിനും ട്രെയിനിങ് ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ആയാലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവൾക്ക് പേഴ്സണലായിട്ട് നമ്പർ ഞാൻ ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു നല്ല വീഡിയോ ആയിട്ട് വരാൻ പ്രതീക്ഷിച്ചു വിഷ്ണു കാര്യങ്ങൾ.